ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് അമൃതം പൊടി വെച്ച് ചോക്ലേറ്റ് ലാവ കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. വളരെ എളുപ്പത്തിൽ തന്നെ ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അമൃതം പൊടി ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കൊക്കെ ഇതിൽ ചോക്ലേറ്റിന്റെ ഒരു ഫ്ലേവർ വരുമ്പോൾ നല്ല ഇഷ്ടത്തോടെ കഴിക്കും. ഈ കേക്കിൽ നമ്മൾ അമൃതപ്പൊടിയും കൊക്കോ പൗഡറും വെച്ചാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കേക്കും കൂടിയാണിത്. നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനൊരു 1/4 കപ്പ് അമൃതം പൊടി എടുത്തിട്ടുണ്ട്. ഇത് 250 ml ഒരു കപ്പാണ്. ഇതിലൊരു 1/4 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. മൂന്ന് തവണ അരിച്ചെടുക്കാനൊക്കെ മടിയുള്ളവരാണെങ്കിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റർ ഇല്ലാത്തവർക്കും മിക്സിയിൽ ഇതുപോലെ ചെയ്തെടുക്കാം. ഞാനിപ്പോ എളുപ്പത്തിന് വേണ്ടി ബീറ്റർ എടുത്തതാണ്. ഇപ്പൊ മുട്ട ഒന്ന് പതഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര കുറേശ്ശെയായി ഇട്ട് കൊടുക്കാം. പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ 1 കപ്പ് വേണ്ടി വരും. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ചെറുതായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി, ഓവർ മിക്സ് ആകരുത്. ഇനി ഒരു 1/4 കപ്പ് നല്ല ചൂടുള്ള പാലിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റന്റ് കോഫി പൗഡർ ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി. ഇനി കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രത്തിൽ കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു പഴയ തട്ട് വെച്ചെടുത്ത് അതിന്റെ മുകളിൽ കുക്കർ വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കണം. ഇപ്പോൾ കുക്കർ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ബാറ്ററിന്റെ പകുതി ഭാഗം ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു ചോക്ലേറ്റിന്റെ പീസ് എടുത്ത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. അധികം പ്രസ് ചെയ്യാതെ വേണം ഇത് വെച്ചെടുക്കാൻ, പതുക്കെ ഒന്ന് വെച്ചെടുത്താൽ മതി.
ഇനി നമ്മുടെ ബാറ്ററിൻ്റെ ബാക്കി ഭാഗം കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി വിസിലൂരി കുക്കർ അടച്ചൊരു 30 മിനിറ്റ് ബേക്ക് ചെയ്യാൻ വെക്കാം. 30 മിനിറ്റിന് ശേഷം നമ്മുടെ കേക്ക് നല്ലതുപോലെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഒരു ഡെക്കറേഷന് വേണ്ടി കുറച്ച് കൊക്കോ പൗഡർ അരിപ്പയിലാക്കി ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളെ കമൻസൊക്കെ അറിയിക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.